ഹായ്, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് 2 വർഷത്തെ ഓട്ടോമൊബൈൽ കോഴ്സിലെ വിദ്യാർത്ഥിയായിട്ടുള്ള മുഹമ്മദ് ആസിഫാണ്. ആസിഫ് ഇവിടെ ഒരു വിദ്യാർത്ഥിയുമാണ്, അതിന് പുറമെ ആളൊരു നല്ലൊരു ഓണ്ടർപ്രണർ കൂടിയാണ്. ആളുടെ സ്റ്റോറിയാണ് ഇന്ന് ഫീൽ ചെയ്യുന്നത്. സോ ആസിഫ്, വെൽക്കം. എൻ്റെ പേര് മുഹമ്മദ് ആഷിഫ്. ഞാൻ വരുന്നത് ചെറുകോട് നേർന്നറമ്പെന്നാണ്. ഞാൻ അവിടെ MA കോളേജിൽ 2 വർഷത്തെ ഓട്ടോമൊബൈൽ കോഴ്സ് എടുത്ത് പഠിക്കുകയാണ്. ആസിഫിൻ്റെ ഒരു സ്റ്റോറി ഇവിടുന്ന് സ്റ്റുഡൻസ് എല്ലാവരും പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ കേട്ടു. 15-ാം വയസ്സിൽ തന്നെ വെല്ലിമ തന്ന 2000 രൂപ ആയിട്ടൊരു ഓറഞ്ചിൻ്റെ ബിസിനസ് എന്താ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ട് പിന്നെ അത് വലിയ രീതിയിലായി എന്നുള്ളൊരു കഥയുണ്ട്. എന്താണ് ആ കഥ, അതൊന്ന് പറയാമോ? അന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങിയ പോലീസുകാരാട്ടണ ആളെ കൊറോണ കാലമൊക്കെ ആയതുകൊണ്ട് അപ്പം അന്ന് ഇങ്ങനെ വീട്ടിലിറങ്ങിയിരിക്കാൻ എന്നെ കൊണ്ടാണെങ്കിൽ തീരും കഴിയൂല. അപ്പോൾ പുറത്തിറങ്ങാനും വേണ്ടി ഇങ്ങനെ ഉപ്പാനോട് പറഞ്ഞപ്പോൾ ഉപ്പ പറഞ്ഞു ഇങ്ങനെ ഒരു കട ഇടായിരുന്നു. ഉമ്മ അങ്ങനെ 2000 റുപ്യ തുറന്ന് 2 ഫ്രൂട്ട്സും പെട്ടിയാക്കി അങ്ങനെ വരുന്നു. അപ്പോൾ 5 ഇയറായി 2 ഷോപ്പായി. സോ ഇപ്പോൾ 5 വർഷം കൊണ്ട് 2 ഷോപ്പായി. 2 വർഷമായിട്ട് ഇപ്പോൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അതെങ്ങനെ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു മൊത്തം? അന്ന് ഞാൻ പറഞ്ഞാൽ ഞാനും ഉപ്പയും കൂടി തുടങ്ങിയാണ് അന്ന്. അപ്പോൾ ഞാൻ ക്ലാസ്സിന് പറഞ്ഞ ടൈമിൽ വാപ്പയും നോക്കും, ഞാൻ പോകുമ്പോൾ വാപ്പാക്ക് ജോബ് ഉണ്ടാകുമ്പോൾ ഞാൻ വടം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ഇങ്ങനെ. അതുപോലെ തന്നെ ഇപ്പോൾ ഉപ്പാക്ക് പറ്റാത്ത ടൈമിലും എനിക്ക് പറ്റാത്ത ടൈമിലായാലും ഫ്രണ്ട്സ് ആയാലും കസിൻസ് ആയാലും ഓലൊക്കെ നമ്മളൊപ്പം സഹായിക്കലുണ്ട്. ഒരു 20 വയസ്സായപ്പോഴത്തേനും 2 കടയായി, ബിസിനസ്സായി, പഠിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ജോലി കൊടുക്കാനും പറ്റിയിട്ടുണ്ട് അല്ലേ? സോ ഒരു പ്രൗഡായിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ് ലൈഫിൽ അല്ലേ? എന്ത് തോന്നുന്നു മൊത്തത്തിൽ? 15-ാം വയസ്സിൽ തുടങ്ങി 20 ആയപ്പോഴത്തേന് 2 ഷോപ്പൊക്കെ ആയി. പിന്നെ +2 കഴിയുമ്പോഴത്തേന് ഇങ്ങനെ ഒരു കോഴ്സ് എടുക്കണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. വണ്ടിമൊക്കെ ഒരു ക്രേസ് ഉണ്ടായതുകൊണ്ട് ഈ 2 വർഷത്തെ കോഴ്സ് പഠിച്ചതിന് ശേഷം അങ്ങനെ ജോബിന് ഇറങ്ങാൻ പറ്റുമെന്ന് കരുതിയില്ലേനി. അങ്ങനെ പ്ലേസ്ഡ് ആയ